ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറേ ദിവസമായിട്ട് ഇടാൻ വേണ്ടി എഡിറ്റ് ചെയ്ത് വെച്ചിരുന്ന വീഡിയോ ആണിത്. നാട്ടിൽ പോയ സമയത്തേത്. മുന്നത്തെ വീഡിയോ ഒക്കെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും. ഞങ്ങൾ മുറ്റത്തു നിന്നാണ് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങളെ വീടിൻ്റെ നീളം ടൈൽസ് ഇടുന്നതുകൊണ്ടാണ്. കാവ്യായിരുന്നു, അതൊക്കെ കുത്തിപ്പൊട്ടിച്ച് ടൈൽസ് ഇടുന്നതുകൊണ്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നിരുന്നു. പ്രത്യേകിച്ച് കിച്ചണിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കിച്ചണിൻ്റെ പണി തുടങ്ങുന്ന വരെ ഞങ്ങൾ കിച്ചണിൽ ഉണ്ടാക്കി. അതൊക്കെ മുന്നത്തെ വീഡിയോയിലെല്ലാം ഉണ്ട്. പിന്നെ അതിന് ശേഷം കിച്ചണിൻ്റെ പണി തുടങ്ങി പിന്നെ മുറ്റത്താണ് ഉണ്ടാക്കിയത്. ഞങ്ങൾ എത്തിയിട്ട് 3-4 ദിവസം ഒരു ദിവസം പോലും മഴയുണ്ടായില്ല. ജൂണിലായിരുന്നു ഞങ്ങൾ വന്നത്. ആ 4 ദിവസം കഴിഞ്ഞതിന് ശേഷം ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ മുറ്റത്ത് മുന്നേ അച്ഛനും അമ്മയും ഇല്ല സമയത്ത്, ഇപ്പോൾ 2 വർഷമായി അച്ഛനും അമ്മയും ഇപ്പോൾ ഇല്ല. ശ്രീയാൻ്റെ വീടായത്. അപ്പോൾ അടുക്കളപ്പുറത്തെ മുറ്റത്ത് വെള്ളം ചൂടാക്കാൻ വേണ്ടി, കുളിക്കാൻ വെള്ളം ചൂടാക്കാൻ വേണ്ടി വലിയ കലത്തിലൊക്കെ വെക്കുമ്പോൾ എന്തൊക്കെയോ ചെതൽ പിടിച്ച മരമൊക്കെ ഉണ്ടാവില്ലേ, നമുക്ക് ഇങ്ങനെ ആടും ചൂടും കത്തിക്കുമെന്ന് പറയില്ലേ, അങ്ങനെ കണ്ടമാനം വിറകിട്ട് കത്തിക്കാൻ വേണ്ടി മുറ്റത്ത് വെറുതെ, അടുപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, വെറുതെ 2 കല്ലെടുത്ത് വെച്ചിട്ടുണ്ടാക്കിയ അടുപ്പായത്. അപ്പോൾ അത് അവിടെ തന്നെ ഉണ്ടായിട്ടാണ്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കല്ലെടുത്ത് വെക്കേണ്ട ആവശ്യം വന്നില്ല. പിന്നെ വിറകൊക്കെ ഞങ്ങൾ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചതുകൊണ്ട് വിറകെല്ലാം അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ അത്രയും ദിവസം വെയിലില്ലതുകൊണ്ടും കുറേ ഉണങ്ങി കിട്ടി. അപ്പോൾ വിറകിന് ക്ഷാമം ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ മുറ്റത്തുനിന്നാണ് ഭക്ഷണം ഉണ്ടാക്കിയത്. അപ്പോൾ ചില ആളുകളൊക്കെ എന്നോട് ചോദിച്ചിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ മുറ്റത്ത് അടുപ്പ് കൂട്ടി കത്തിക്കാൻ? എന്താ വെച്ചാൽ എത്രയോ കാലങ്ങളായി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഓർമ്മയിൽ തന്നെ മുറ്റത്ത് കത്തിച്ചിട്ട് ഭക്ഷണം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. വിറകടുപ്പിൽ കിച്ചണിൽ ഉണ്ടാക്കലുണ്ട് നാട്ടിൽ പോയാൽ, അല്ലാണ്ട് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഞാൻ പറയട്ടെ, നമ്മൾ ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ പഠിക്കണം എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. നമ്മൾ ഏത് സാഹചര്യത്തിലും ജീവിക്കുന്നതിന് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നാണ്ട് നമ്മളത് എൻജോയ് ചെയ്ത് ചെയ്യണം. എനിക്ക് ഇവിടുന്ന് പോകുമ്പോഴേ അറിയായിരുന്നു എങ്ങനെയാണ് അവിടെ താമസിക്കേണ്ടി വരുവാന്നും എല്ലാം മുൻകൂട്ടി നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുമല്ലോ. അപ്പോൾ അറിയായിരുന്നു. അപ്പോഴേ ഞാൻ പ്ലാൻ ചെയ്തു എങ്ങനെയായാലും മുറ്റത്തുനിന്ന് ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരും, വിറക് കത്തിച്ചിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട മീൻ കറിയൊക്കെ, മീൻ പൊരിച്ചതും മീൻ മുളകിട്ടതും എല്ലാം അടുപ്പിൽ വിറക് കത്തിച്ച അടുപ്പിലുണ്ടാക്കിയ കറി കൂട്ടാനില്ലേ ആ ഒരു എക്സൈറ്റ്മെൻറ്റുമായിട്ട് തന്നെയാണ് പോയത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഇലയൊക്കെ പറിച്ച് ചെമ്മീൻ, ഞാൻ അയില പൊരിക്കാൻ വെച്ചതിൻ്റെ അടുത്തുനിന്ന് ചെമ്മീനും പൊരിക്കാൻ വെച്ചിരുന്നു കേട്ടോ. മോന് ഏറ്റവും ഇഷ്ടം ചെമ്മീനാണ്. അപ്പോൾ പോകുമ്പോഴേ ഞാൻ വിചാരിച്ചു അവന് ചെമ്മീൻ വാങ്ങിയിട്ട് പൊരിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ അത് ഇങ്ങനെ നല്ല ഫ്രഷായ ഇല കഴുകുക പോലും ചെയ്തില്ല എന്ന് പറയാം. എന്താ വെച്ചാൽ അത്രയും ക്ലീൻ ആയിരുന്നു കേട്ടോ. ജസ്റ്റ് തുടക്കം ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ആ ഇലയിലോട്ട് അങ്ങനെ ഇട്ട് കൊടുത്തു. പിന്നെ മീനിൻ്റെ എണ്ണറുണ്ടാവില്ലേ, എണ്ണറും പൊരിച്ച് അത് ഇട്ട് കൊടുത്തു. അങ്ങനെ അവൻ അവിടെ നിന്നിട്ട് തന്നെ ഫ്രഷായിട്ട് കഴിക്കുമെന്ന്. അതെല്ലാം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു നല്ലൊരു വൈബായിരുന്നു. പിന്നെ നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അതിനെ പോസിറ്റീവായിട്ട് കാണാൻ നിങ്ങൾക്ക് പറ്റലുണ്ടാകും. നിങ്ങളെല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് പെട്ടെന്നൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളായിട്ട് നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഇണങ്ങാൻ പറ്റുന്നുണ്ട്. എനിക്ക് മിക്കപ്പോഴും ഞങ്ങളിങ്ങനെ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുന്ന ജോലിയാണ് ശ്രീയാടിന്. അപ്പോൾ 3 വർഷം കൂടുമ്പോൾ 4 വർഷം കൂടുമ്പോൾ ഒക്കെ ഞങ്ങൾ ട്രാൻസ്ഫറായി പുതിയ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പാക്ക് ചെയ്ത് പോകാനും ഒക്കെ. പിന്നെ ഇതാണ് ഞങ്ങളെ ജീവിതം എന്ന് മനസ്സിലായി തുടങ്ങി. ആദ്യം ഇനി ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ ഇനി ഇവിടുന്ന് മാറൂലായിരിക്കും, എല്ലാം സെറ്റായി ജീവിക്കും. അവിടുന്ന് മാറുമ്പോൾ പിന്നെ വരിക്കും ഇനി ഇവിടുന്ന് മാറൂലായിരിക്കും. പക്ഷെ എന്നാലും അവിടുന്ന് അങ്ങനെ മാറി മാറി താമസിക്കുന്ന കാരണം അതൊരു ശീലമായി. പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാനത് പൊരിച്ചതിന് ശേഷം പിന്നെ ചെമ്മീൻ തേങ്ങ അരച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള കറി എല്ലാം സെറ്റാക്കി അടുപ്പത്തേക്ക് വെക്കുക ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അത് ഉണ്ടാക്കിയാലേ മനസ്സിലാവും. പിന്നെ ഇങ്ങനെ അവസരം ഉണ്ടെങ്കിൽ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് ഉണ്ടാക്കുമല്ലോ. പിന്നെ വീട്ടിൻ്റെ ഉള്ളിലും ഞാൻ കിച്ചൺ പൊളിച്ച് പണിയുമ്പോൾ തന്നെ, പൊളിച്ചിട്ടല്ല മൊത്തം റിനോവേഷൻ ചെയ്തെന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് തന്നെ ഞാൻ കിച്ചണിലെ അടുപ്പും മാറ്റിയില്ല. അടുപ്പ് അങ്ങനെ തന്നെ വെച്ചു. എന്താ വെച്ചാൽ എനിക്കിനി പോയാലും അടുപ്പിൽ വെക്കാൻ ഭയങ്കര ഇഷ്ടമില്ലുണ്ട്. ഞാൻ വീട്ടിൻ്റെ ഉള്ളിലായാലും അടുപ്പിൽ തന്നെ മാക്സിമം സമയം കിട്ടുമ്പോൾ ഉണ്ടാക്കും. പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമയം ഒരുപാട് നഷ്ടമാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ഇങ്ങനെ ഒരുപാട് നമുക്ക് നാട്ടിൽ കറങ്ങാൻ പോകാൻ എവിടെയെങ്കിലും പോകാനൊന്നും സമയം കിട്ടില്ല. ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയാൽ ഒരു ദിവസം മീൻ പൊരിച്ചു, തേങ്ങ അരച്ച് വെച്ചു, പിന്നെ മുളകിട്ട് വെച്ചു, അങ്ങനെയൊക്കെ. പിന്നെ ചോറാവാനല്ലോ 1 മണിക്കൂറൊക്കെ എടുക്കുമല്ലോ, അന്നേരം സമയം. പിന്നെ ഇപ്രാവശ്യം പണിക്കാരുള്ളത് കൊണ്ട് ഞങ്ങളങ്ങനെ അത്യാവശ്യം 1-2 സ്ഥലത്ത് പോയതേ ഉള്ളൂ. വീട്ടിൽ തന്നെ ആയിരുന്നു പോയിട്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇത് കാണാൻ നല്ല ഒരു ഭംഗിയില്ല. എനിക്കതിൽ അന്നേരം ആ വീഡിയോ എടുത്ത് വെച്ചുകൊണ്ട് പിന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരു സന്തോഷം ഇത് കാണുമ്പോൾ. അങ്ങനെ കറിവേപ്പിലയൊക്കെ ഞങ്ങൾക്ക് അവിടെ തന്നെ ഉണ്ട്. അവിടെ നിന്ന് തന്നെ കറിവേപ്പിലയൊക്കെ ഇട്ട് അങ്ങനെ തേങ്ങ അരച്ച് വെച്ച്, ഞാൻ സാധാരണയില്ലേ ചെമ്മീൻ കറി വെക്കുമ്പോൾ തക്കാളീൻ്റെ പുളിയിലെ ഒരു ചെമ്മീൻ കറിയെ സാധാരണ ഉണ്ടാക്കുക. പ്രത്യേകിച്ച് പുളി ഇടാറില്ല കേട്ടോ. പക്ഷേ ഞാനിത് ടേസ്റ്റ് നോക്കുമ്പം എനിക്കതിന് പുളി കുറവ് പോലെ തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് പറയാം, ഞങ്ങളവിടെ വാളം പുളി ഉപയോഗിക്കാറില്ല. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ മീനൊക്കെ കുടംപുളി ഉപയോഗിക്കുന്നത്. ഈ മരം കണ്ട, ഇത് കുടംപുളീൻ്റെ മരമാണ്. അതിൽ നിറയെ കുടംപുളിയുണ്ട്, അത് പഴുത്തിട്ടുമുണ്ട് പച്ചയുണ്ട്. അപ്പോൾ ഞാനവിടെ പോയി ആ പഴുത്തൊരു കുടംപുളി വടിയോണ്ട് തല്ലി താഴെയിട്ടു. അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ശ്രീയാട്ട അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ശ്രീയാട്ടനോട് ഞാൻ പറയായിരുന്നു, അയില വറുത്തതുണ്ട്, കുടംപുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് എന്ന് പറയുമായിരുന്നു. എന്നൊന്ന് കരിമീൻ വറുത്തതുണ്ട് എന്നെന്തോ ഉണ്ടോ. അപ്പോൾ ഞാനത് പറയുന്നു, കരിമീനൊന്നുമില്ല, അയില വറുത്തതും ചെമ്മീനുമാണ്. അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. പുളി കുറവായത് കാരണം അതവിടെ പറിക്കാൻ വന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഇല്ലേ, നമ്മൾ ഇങ്ങനെയുള്ള ജീവിതമല്ലല്ലോ നമ്മൾ സാധാരണ വന്നാൽ ഉണ്ടാവുക. വീട്ടിൽ വന്നു എല്ലാം റെഡിയായി, ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ഉണ്ടാക്കി കഴിക്കുക, അങ്ങനെയല്ല. ഇപ്രാവശ്യം അങ്ങനെയല്ല. പുറത്തുനിന്ന് ഞങ്ങൾ പൊതുവേ കഴിക്കൽ കുറവ് തന്നെയാണ്. പിന്നെ പുറത്തുനിന്ന് ഒരു ദിവസം ഞങ്ങൾ വാങ്ങിച്ചിരുന്നു. ഒരു ദിവസം കഴിച്ചപ്പോൾ തന്നെ മടുത്തു, വേണ്ടെന്നുള്ളൊരവസ്ഥ ഒന്നും എന്തോന്നറിയില്ല, ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ഞാനിങ്ങനെ ഉണ്ടാക്കുക ചെയ്യുന്നത്. ഉണ്ടാക്കിയാലും എന്നാ കാര്യം എന്ന് വെച്ചാൽ, മീൻ കറിയൊക്കെ ആണെങ്കിൽ 2 ദിവസം 3 ദിവസമൊക്കെ ഞങ്ങൾ കൂട്ടും. ടേസ്റ്റ് കൂടി വരുമല്ലേ ഇന്ന്, മുളകിട്ട് വെച്ചതൊക്കെ നല്ല ടേസ്റ്റല്ലേ. അങ്ങനെ അതുകൊണ്ട് ഡെയിലി ഇങ്ങനെ വെക്കാനുണ്ടാവില്ല. പിന്നെ അതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലേ, പച്ചക്കായ കൊണ്ട് മോര് കറി ഉണ്ടാക്കി, വറവുണ്ടാക്കി, പിന്നെ തേങ്ങ അരച്ച കറി, മുളകിട്ട് അങ്ങനെ കുറേ കറികളുണ്ടാക്കി കേട്ടോ. അപ്പോൾ 3-4 ദിവസത്തേക്ക് പിന്നെ കറി വെക്കേണ്ട വന്നില്ല. പിന്നെ ഞാനിതിൽ ചെരുപ്പിട്ടിട്ടാണ് ഇരുന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചെരുപ്പിട്ടിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കില്ല. പക്ഷേ മുറ്റത്ത് നല്ല ഇങ്ങനെ ഈ മഴ പെയ്തില്ലെങ്കിലും മുറ്റത്തില്ലേ കാലിന് ഒട്ടിപ്പിടിക്കുന്ന സൈസ് ഒരു മണ്ണാണ്. പിന്നെ എനിക്ക് കുറേ കാലമായില്ലേ നമ്മൾ ചെരുപ്പിടാണ്ട് മുറ്റത്തേക്കൂടെ നടക്കാനും അതിലൊക്കെ വേദന, അത് ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം കേട്ടോ. ഞാൻ അതിൽ ആദ്യം വറുത്തത് കണ്ടില്ലേ നിങ്ങൾ, എൻ്റെ അതിൻ്റെ തലാനൊക്കെ അതിലത്തല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ വാല് പോയ ചീനച്ചട്ടിയാണ് ഇത്. പണ്ട് അമ്മയിലെ സമയത്ത് ഇല്ലതാണ്, സൂക്ഷിച്ച് വെച്ചതാണ്. വാലില്ലാന്നതിൽ ചട്ടിക്ക് ഒരു കുഴപ്പമില്ല. ഓക്കേ.